ഹായ് ഹലോ. ആദ്യമായിട്ട് കയ്യിൽ ഫ്ലൂക്കിൻ്റെ ഒരു മൾട്ടിമീറ്റർ വന്നിരിക്കുകയാണ്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഫ്ലൂക്കിൻ്റെ ഒരു മൾട്ടിമീറ്റർ. ഞാൻ ഒരു ഇലക്ട്രോണിക്സ് പ്രൊഫഷണലിസ്റ്റ് ഒന്നല്ല, ജസ്റ്റ് ഒരു ഹോബിസ്റ്റ് മാത്രം. പക്ഷേ ഇലക്ട്രോണിക്സ് അത്ര ഇഷ്ടമാണ്. പക്ഷേ എല്ലാ ഇലക്ട്രോണിക്സ്കാരുടെയും ഒരു സ്വപ്നമായിരിക്കും ഇങ്ങനെ ഒരു ഫ്ലൂക്ക് എന്ന ബ്രാൻഡിൻ്റെ ഒരു മൾട്ടിമീറ്റർ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കയ്യിലെത്തിയിരിക്കുന്നത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് സമ്മാനമായിട്ട് തന്നെയാണ്. അല്ലാതെ എനിക്ക് വാങ്ങാനുള്ള ഇതൊന്നുമില്ല ഫ്ലൂക്കിൻ്റെ. ഇനി നോക്കിയപ്പോൾ ഫ്ലൂക്കിൻ്റെ പുതിയ മോഡൽ 77-4 എന്ന ഒരു മോഡലാണ്. ഇതിന് ഓൺലൈനൊക്കെ നോക്കുമ്പോൾ ഏതാണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ 64,000 ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു 50,000 അടുത്ത് വരുന്നതാണ് വിചാരിക്കുന്നത്. പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും പല വിലയാണത്. എന്തോ ആയിക്കോട്ടെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻ പെർഫെക്ഷനാണ്. അപ്പോൾ ഇതിൽ തന്നെ എഴുതിയിരിക്കുന്നുണ്ട് പ്രൊട്ടക്റ്റഡ് ടു 60 വോൾട്ട് കാറ്റ് 4 ആൻഡ് 1000 വോൾട്ട് കാറ്റ് 3. അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ലൈൻ വോൾട്ടേജോ മറ്റോ മെഷീനറീസോ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ 600 വോൾട്ട് വരെയും, ബോർഡിൽ മറ്റേ ഇലക്ട്രോണിക് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ബോർഡിൽ സെലക്ട് ചെയ്യുമ്പോൾ കാറ്റ് 3 അതിൽ 1000 വോൾട്ട് വരെ സേഫ് ആണെന്ന് ഉപയോഗിക്കാം. അതുപോലെ ഇതിൻ്റെ അകത്ത് സ്പെസിഫിക്കായിട്ട് പറയുന്നത് വോൾട്ടേജ് ചെക്ക് ചെയ്യാം, AC DC, ഓംസ്, ലോഡ് ചെക്ക് ചെയ്യാം, അതായത് പ്രതിരോധം, റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാം, 10 ആംപിയർ വരെയും കറണ്ട് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ വെച്ചിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ മില്ലി ആംപിയർ കറണ്ട് ചെയ്യാം. ഡയോഡ് ടെസ്റ്റ് ചെയ്യാം. ആൻഡ് കണ്ടിന്യൂറ്റി വീപ്പർ, നമുക്കൊരു കണ്ടക്ടറിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് കാണുന്നത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകുമ്പോൾ കീ ഫീച്ചർ എന്ന് പറയുന്നത് ബാക്ക് ലൈറ്റ് ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് രാത്രിയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡിജിറ്റ്സ് കാണാൻ ഡിസ്പ്ലേ ഒക്കെ തെളിയുന്ന രീതിയിൽ ബാക്ക് ലൈറ്റ് ഉണ്ട്. പോരാതെ 0.1 മില്ലി വോൾട്ട് ടു 600 മില്ലി വോൾട്ട് DC. ഇപ്പോൾ 0.1 ടു 600 മില്ലി വോൾട്ട് DC ആക്യുറേറ്റ് കിട്ടും. അതുപോലെ 0.1 ഓം ടു 50 മെഗാ ഓം വരെ നമുക്ക് എന്ത് ചെയ്യാം, ലോഡ് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാം. 1 നാനോ ഫാരഡ് ടു 9999 മൈക്രോ ഫാരഡ് വരെയും കപ്പാസിറ്റൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. 0.01 മില്ലി ആംപിയർ ടു 600 മില്ലി ആംപിയർ വരെ കറണ്ട് ചെക്ക് ചെയ്യാം. 0.01 ആംപിയർ ടു 10 ആംപിയർ വരെയും കറണ്ട് ചെക്ക് ചെയ്യാം. മില്ലി ആംപിയറും 10 ആംപിയർ വരെ അപ് ടു 10 ആംപിയർ വരെ കറണ്ട് ചെക്ക് ചെയ്യാം. 0.1 മില്ലി വോൾട്ട് ടു 1000 വോൾട്ട് AC ചെക്ക് ചെയ്യാം. നേരത്തെ DC ആണ് പറഞ്ഞത്, 600 മില്ലി വോൾട്ട് വരെ ഇത് AC ചെക്ക് ചെയ്യാം. പിന്നെ ഫ്രീക്വൻസി മെഷർമെൻ്റ് ഉണ്ട്. ACൻ്റെ ഫ്രീക്വൻസി മെഷർമെൻറ്റ് നമുക്ക് ചെയ്യാം. 2 ഹെർട്സ് ടു 100 കിലോ ഹെർട്സ് വരെ ചെയ്യാം. പിന്നെ 1 മില്ലി വോൾട്ട് ടു 1000 വോൾട്ട് വരെ DC ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ഡീപ്പായിട്ടുള്ള ഒത്തിരി വൈഡായിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ ഫ്ലൂക്കിൻ്റെ മൾട്ടിമീറ്റർ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ യെസ്, ആദ്യമായിട്ടാണ് ഫ്ലൂക്കിൻ്റെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ യൂസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് കിട്ടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പേര് വെളിപ്പെടുത്തരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ നല്ല മനസ്സിന് ഒരുപാട് നന്ദിയോടെ ഓർത്തുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇതിൻ്റെ പ്രോഡക്റ്റ് മാനുവലാണ്. പിന്നെ ഇതാ അങ്ങനെ ആദ്യമായിട്ട് കയ്യിലെടുക്കുകയാണ് ഫ്ലൂക്കിൻ്റെ മൾട്ടിമീറ്റർ. ഒത്തിരി സന്തോഷം. മൾട്ടിമീറ്ററിന് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഫ്ലൂക്ക് 75 വർഷം ആഘോഷിക്കുന്നതാണെന്ന് തോന്നുന്നു. ബിൽഡിംഗ് ടുമാറോ ടുഗദർ. പിന്നെ ഇവിടെ നമുക്കിതിൻ്റെ ഗൈഡ് ലൈൻസാണ് തന്നിരിക്കുന്നത്. ഫ്ലൂക്കിൻ്റെ ഒക്കെ വിശദമാക്കുന്നില്ല, ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് അത് പിന്നെ നോക്കാം. പിന്നെ ഉള്ളത് ഇതിൻ്റെ കൂടെ പ്രോബ്സ് ആണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഹൈ ക്വാളിറ്റിയുള്ള നല്ല പ്രോബ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വെരി ഗുഡ് ക്വാളിറ്റിയാണ്. കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഫ്ലൂക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ആരോടും എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇത്രയും ബ്രാൻഡഡ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ നമ്മൾ ഒരു മൾട്ടിമീറ്റർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ കോമൺ ടെസ്റ്റിനായിട്ട് ആവശ്യം വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ഡയോഡ് വാല്യൂ അങ്ങനത്തെ ഒക്കെ കണ്ടിന്യൂറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റെഡ് പ്രോബിൻ്റെ ഈ ടെർമിനൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ റെഡ് സോക്കറ്റിൽ കണക്ട് ചെയ്യുന്നു. പിന്നെ കോമൺ പാർട്ട് അത് ബ്ലാക്ക് പ്രോബാണ്, അത് ഈ കോമൺ എന്ന് പറയുന്ന ഈ സോക്കറ്റിൽ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഓൺ ചെയ്യാൻ പോകുന്നു. ആദ്യമായിട്ട് നമുക്കിവിടെ ഈ കാണുന്ന ഈ ഒരു സിമ്പിൾ AC ആണല്ലോ. അപ്പോൾ ഇത് ഇവിടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ACയിലുള്ള വോൾട്ട് ചെക്ക് ചെയ്യാം. ഇവിടെ ഡിസ്പ്ലേയിൽ കാണാം VAC. അപ്പം ഈ വോൾട്ട് ACയിലുള്ളത് ചെക്ക് ചെയ്യാം നമുക്കിവിടെ. ഇത് ഓട്ടോ റേഞ്ച് ആയതുകൊണ്ട്
പ്രത്യേകം സെലക്ട് ചെയ്യാനില്ല. മിക്ക ചെറിയ റേഞ്ചിലുള്ള മൾട്ടിമീറ്ററൊക്കെ നമുക്ക് എന്ത് ചെയ്യും, 2 വോൾട്ട് ഉണ്ടാവും, 20 വോൾട്ട് ഉണ്ടാവും, പിന്നെ ഒരു 200 വോൾട്ട് ഉണ്ടാവും, പിന്നെ ഒരു 1000 വോൾട്ട് അല്ലെങ്കിൽ 600 വോൾട്ട് ഉണ്ടാവും. AC ആകുമ്പോൾ 600 വോൾട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. ഇത് ഈ നേരത്തെ പറഞ്ഞ 0.1 to 600 വോൾട്ട് വരെയും AC നമുക്ക് ഓട്ടോ റേഞ്ചാണ്. ഇത് സ്വയം ഡിറ്റക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ യെല്ലോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ നമുക്കതിൻ്റെ ആ റേഞ്ച് ഇത് മാറിയിട്ട് കാണാം, ഇതിൻ്റെ മോഡ് മാറിയിട്ട് കാണാം. അത് AC ഹെഡ്സായി. ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് അല്ല ചെക്ക് ചെയ്യുക, ഹെഡ്സാണ്. ACൻ്റെ പൾസ് എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മുടെ ഇന്ത്യൻ പൾസ് ഇവിടെയുള്ളതാണ് 50 ഹെഡ്സ് ആണെങ്കിൽ അതങ്ങനെ ചെക്ക് ചെയ്യും. വിദേശത്തുള്ളതാണ് 60 ഹെഡ്സ് ആണെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ഫ്രീക്വൻസി മാറ്റം മനസ്സിലാവും. നെക്സ്റ്റ് അടുത്തത് ഡയറക്റ്റ് കറണ്ട് DC ആണ്. അപ്പോൾ അതും ഓട്ടോ റേഞ്ചാണ്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 0.01 വോൾട്ട് മുതൽ നമുക്ക് 1000 വോൾട്ട് വരെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെക്ക് ചെയ്തോളും. അപ്പോൾ നെക്സ്റ്റ് മില്ലി വോൾട്ട് റേഞ്ചാണ്, അവിടെ വെച്ചിട്ട് നമുക്കത് ചെക്ക് ചെയ്യാം. പിന്നെ ഓംസ് ഇവിടെ വെക്കുമ്പോൾ ഓംസ് ആണ്. ഇവിടെ നേരത്തെ പറഞ്ഞ മില്ലി ഓം തൊട്ട് മെഗാ ഓം വരെയും ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഡീറ്റെയിൽ വീഡിയോ പിന്നെ ചെയ്യാം. അപ്പോൾ ഇതേ റേഞ്ചിൽ തന്നെ ഈ സ്ഥലത്ത് പൊസിഷൻ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കപ്പാസിറ്റൻസ് ചെക്ക് ചെയ്യാം. അതിന് ഈ യെല്ലോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ നമുക്കിവിടെ നാനോ ഫാരഡ് കാണാം. അപ്പോൾ വെക്കുന്ന കപ്പാസിറ്റർ എപ്പോഴും നമ്മൾ ടെർമിനൽ ഷോർട്ട് ചെയ്തിട്ട് ന്യൂട്രൽ ആക്കിയിട്ട് വേണം ചെക്ക് ചെയ്യാൻ വേണ്ടി. കപ്പാസിറ്ററിൽ വോൾട്ടേജ് ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ബോർഡിൽ നിന്ന് അയക്കുന്ന കപ്പാസിറ്ററാണ്, അത് ഷോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് ന്യൂട്രൽ ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ മൈക്രോ ഫാരഡ് വരെ നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. അത് ഓട്ടോ റേഞ്ചാണ്, ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തോളൂ. നെക്സ്റ്റ് വന്നത് കണ്ടിന്യൂറ്റിയാണ്. കണ്ടിന്യൂറ്റിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഓയിൽ കാണിക്കുക, കാരണം ഇവിടെ കണക്ഷൻ ഇല്ല. നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇതാ ബസർ കേൾക്കാം, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അവിടെ ഒരു ഡയോഡ് മോഡ് കൂടി അവിടെ വരുന്നുണ്ട്, കണ്ടിന്യൂറ്റി മോഡ്. നെക്സ്റ്റ് മില്ലി ആംപിയർ AC വരുന്നുണ്ട്. പിന്നെ ഈ ACയിൽ 10 ആംപിയർ വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇവിടെ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചർ. പിന്നെ ബാക്കി വീഡിയോ അടുത്തതായിട്ട് വിശദമായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ കണ്ടവർക്കെല്ലാം ഒരുപാട് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഫ്ലൂക്ക് കിട്ടിയൊരു സന്തോഷത്തിലാണ് ഞാനിത് വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.